സാമാന്യം സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നതെങ്കിലും ഈ ഫസ്റ്റ് സിനിമയിലേക്ക് എത്തിയപ്പം ലോകനാഥ് സാറിൻ്റെ ഹീറോ ആയിട്ടാണ് വരാൻ പറ്റിയത്. ഞാനിങ്ങനെ നിശാന്ത് ഭായിയോടൊക്കെ പറയുമായിരുന്നു, അതൊരു ഭാഗ്യമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു ആഗ്രഹവും ആവശ്യവും അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ ഒരു പരിഗണനകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വിനു ലോകനാഥ് സാറിനെ ആദ്യമായിട്ട് കണ്ടതും എത്തിയതും എന്തായിരുന്നു അതിൻ്റെ പരിപാടി? സാറിനെ ശരിക്കും ഞാൻ ആദ്യം കണ്ടത് ഇപ്പോഴും അല്ല കേട്ടോ, കൊച്ചിന്നുള്ള സാറിൻ്റെ പടത്തെ ആകാശദൂതിൻ്റെ ഒരു ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ആകാശ് അന്ന് എനിക്കൊന്ന് ചെങ്കോലിൻ്റെ ആണെന്ന് തോന്നുന്നു, അവിടെ ആ ഗീതിൽ നടക്കുന്നുണ്ട്. അന്നാണ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല, ഞാൻ അവിടെ ചെന്നിട്ട് എന്നോട് കരയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ കരയത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സാറിനെ കണ്ടിട്ടുള്ളത് അവിടെയാണ്. അന്ന് ലാലേട്ടനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു സമയത്ത് അവരുടെ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. പിന്നെ ഇപ്പൊ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കട്ടെ. പിന്നീട് കുറെ നാൾ കഴിഞ്ഞ് ആകാശദൂത് കണ്ട് വിനുമോഹൻ ഒരുപാട് കരഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അന്ന് കരയില്ലെന്ന് പറഞ്ഞു ഇദ്ദേഹം ഇതല്ല. ശരിക്കും എന്റെ കൊച്ചിലത്തെ ഫോട്ടോ കണ്ടാല് ആ ക്യാരക്ടർ അത് ചെയ്തിരുന്ന ആളുടെ എന്റെയും ഫേസ് ഭയങ്കര സിമിലർ ആണ്. അത് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലൊരു മുഖം ഉണ്ടല്ലോ. അതെ, ഞാൻ സ്കൂളിൽ നിന്ന് പിന്നെ പറഞ്ഞിട്ടൊക്കെയാണല്ലോ പോകുന്നത്. ഞാൻ അപ്പം എല്ലാരും പറയുന്നത് എന്താ നീ പോയിട്ടോ, നിനക്ക് പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ. ഒന്നാമത് ഈ അപ്പൂപ്പൻ്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ ഇതിൽ വരുമ്പോൾ ഇപ്പം അമ്മയോ അല്ലെങ്കിൽ അമ്മാവനായാലും ഇവരുടെയൊക്കെ ഒരു ഇതിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും ഇത് നിസ്സാരം എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അതെനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമായിരുന്നു അഭിനയിക്കുന്ന സമയത്ത്. ചക്രമുത്തിൻ്റെ ഒരു പൂജയുടെ സമയത്താണ് സാറിനെ ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതും. അതിനുശേഷം എനിക്ക് തോന്നുന്നു വേറെ സാറിൻ്റെ ചെമ്പട്ടെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്ക സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. സെവനാർസ് മോഹൻ ചേട്ടനാണ് എന്നോട് ഇങ്ങനെ ഒരു ഫോട്ടോ നീ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറയും. അങ്ങനെ പോയി സാറിനടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നാണ് ഈ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അപ്പോൾ സാർ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് അധികം ഭയങ്കരമായിട്ട് സംസാരിച്ചൊന്നുമില്ല. ആലുവ വീട്ടിൽ പോയിട്ട് സാറിനെ കണ്ടു. സാർ എന്നിട്ട് അവിടുന്ന് കുഴപ്പമില്ല നമുക്ക് ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ നിവേദ്യത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പം ഒരു ദിവസം ഇങ്ങനെ ചെറുതുരുത്തിയിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം. എനിക്കൊന്ന് അന്ന് അതിൻ്റെ കമ്പോസിങ് തുടങ്ങിയിട്ടില്ല, നിവേദ്യത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ആദ്യം വന്നിരുന്നപ്പോൾ സാറ് പറഞ്ഞെന്തെന്നറിയോ, ഞാൻ പറഞ്ഞ് നിന്നെ സത്യം പറഞ്ഞ് എനിക്ക് വിളിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ പറഞ്ഞു അതെന്താ? അല്ല, ഒന്നാമത് ഇപ്പം എല്ലാവരും ഇപ്പം എനിക്കൊന്ന് നിഷാന്തനൊക്കെ ചിലപ്പം ആദ്യത്തെ സമയത്ത് പറഞ്ഞു വേറൊരു ഒരു സ്റ്റാർ, നീ ഇപ്പം സിനിമയെക്കുറിച്ച് അറിയാം, സിനിമയെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്, മീൻ ഫാമിലിയിലുള്ള ഒരാളായതുകൊണ്ട് സിനിമയെക്കുറിച്ച് നിനക്ക് ധാരണകളുണ്ടാവുമല്ലോ, അങ്ങനെ ഒരാളെ എനിക്ക് ചിലപ്പം ശരിയാവില്ല എന്ന് സാർ ആദ്യം പറഞ്ഞു. പിന്നെ എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത്, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ ഇരുന്ന് അല്ല സത്യം എനിക്ക് ഒട്ടും മോൾഡഡ് അല്ലാത്ത ഒരാൾ വേണം അതിനെ, പിന്നെ വേണം മോൾഡ് ചെയ്യാൻ. ഏറ്റവും രസമായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് സാറ് ചോദിച്ചാൽ ശരി. അപ്പം ഞാൻ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സാറ് ഉറങ്ങുമായിരുന്നു. എഴുന്നേറ്റ് ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. കുഴപ്പമില്ല. പിന്നെ ആ ഫോണിൽ സംസാരിച്ചിട്ടേക്ക് ആയിരിക്കും സാറ് വരാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് സാർ ചോദിച്ചു നീ പാട്ട് പാടുമെന്ന് ചോദിച്ചു എന്നോട്. ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യത. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പാടാനല്ലല്ലോ, ഞാൻ അഭിനയിക്കാനല്ലേ വന്നത്, പിന്നെ ചെയ്യുമ്പോൾ പാട്ട് പാടുമോ? ഞാൻ പറഞ്ഞു സാർ അതെന്താ പാടും, കാരണം നമുക്ക് പാട്ട് അറിയാത്ത കാര്യത്തിന് നമുക്ക് ഒരു പ്രശ്നം ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം പണ്ടൊന്നും കരയാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കിടക്കട്ടെ, ഇനിയൊന്നും ഞാൻ അറിയത്തില്ല ചെയ്യില്ല എന്ന് നമ്മൾ പറയില്ല. അല്ല, ഉറപ്പായിട്ടും അങ്ങനെ സാറിനോട് ഞാൻ പാട്ട് പാടും. എൻ്റെ കഷ്ടകാലത്തിനും ഞാൻ പക്ഷേ നല്ല കാലത്തിനാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സാറിൻ്റെ മുമ്പിൽ പ്രമദവനം പാടി. ആലോചിച്ച് നോക്കൂ, സാറ് 2 മിനിറ്റ് കേട്ടെടുത്തപ്പോൾ നടനൊന്നുമല്ല, ചങ്കൂറ്റത്തുമേല. അപ്പൊ സാറ് കുറച്ചു നേരം നോക്കിയിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി. അപ്പം പക്ഷെ എനിക്കൊന്ന് അതാണ് സാറിന് സത്യം പറഞ്ഞ സാറിനോട് എനിക്കും സാറിനോട് ഒരു ഭയങ്കര സാറിന് അത്ര ഒരു അടുപ്പം പോലെ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷം. സിനിമയെ പറ്റിയും പാട്ടിനെ പറ്റിയൊക്കെ ഏതാണ്ട് അറിയാന്നുള്ള ആ ധാരണ കൂടുതൽ നന്നായി പോയെന്ന് ഇതോടുകൂടി പ്രമദവൻ അവിടെ ഇരുന്ന് പാടിയതോടുകൂടി ശരി. അതാണ് സാറിൻ്റെ അടുത്ത് വന്ന് അത് സാറ് ഭയങ്കര ചിരിയായിരുന്നു. അതിനുശേഷം പിന്നെ എന്നോട് എനിക്കൊരു ഒന്ന് ഫ്രീ ആയി. അതാണ് തുടക്കം. അതിനുശേഷം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഫ്രീ ആണെങ്കിൽ ഒരു കുറച്ച് നാൾ നിൽക്കാവുന്ന രീതിയിൽ പോരെയെന്ന് പറഞ്ഞു. അപ്പോഴും എന്നെ നീയാണ് അഭിനയിക്കാൻ പോണത് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ചെറുതുരുത്തി വന്ന ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം എന്നെ പാട്ട് പഠിക്കാൻ വിട്ടു. ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ
ഓ ഇനി ഞാൻ പാടിയൻ്റെ സാർ ഇനി എന്നെ പാടിപ്പിക്കും, ഇതൊന്നും എനിക്കറിയാം. പാട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് ചെറുതുരുത്തിൽ ഒരു മാഷിൻ്റെ അവിടെ വിട്ടു. കണ്ണ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് കണ്ണ് സാധകം ചെയ്യാൻ അവിടെ കലാമണ്ഡലത്തിനടുത്ത് തന്നെയാണ്. അപ്പം ഇതൊക്കെ എൻ്റെ റൊട്ടീൻ ഇതാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, ഇവിടെ ഇപ്പോൾ എന്തിനാണ് ഞാൻ പാട്ട് പഠിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കുറേ 2-3 കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചിട്ടാന്ന് സ്വരങ്ങളൊക്കെ ഒന്ന് പാടിയേ, ഇല്ല ശരിയായില്ല ഇനി ഒന്നും ആവണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്താണ് അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഈ നായികയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, ഫോട്ടോസ് നായികയുടെ നോക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻറ്റ്, അപ്പം ഞാനായിരിക്കും ഇനിയിപ്പം നായകൻ്റെ തിരക്കൊന്നുമില്ലല്ലോ, നായികയാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നായക വരെ ആയിട്ടുണ്ട്, ഇന്നാകുമ്പോൾ ഞാൻ പറയാൻ അങ്ങനെ പറഞ്ഞു. അത് ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്നോട് ഈ സബ്ജക്റ്റ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും സാറിനെ എപ്പോഴും ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പാറ്റേൺ ഓഫ് ഒരു ടീച്ചിങ് സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളറിയാതെ നമ്മളിലേക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം നിവേദ്യത്തിൻ്റെ കഥയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആ സിനിമയുടെ കഥ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എന്നോട് മോഹനകൃഷ്ണൻ ജനിച്ച സമയം മുതൽ ആ സിനിമ തുടങ്ങുന്ന ആശാരിപ്പണി ചെയ്യുന്ന അവിടം വരെയുള്ള ഒരു വലിയ സ്റ്റോറി എന്നോട് പറയണം. അപ്പം ഞാൻ വിചാരിക്കുന്ന കുട്ടിക്കാലമൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത്. പിറ്റേ ദിവസം സാർ പറഞ്ഞ് അവിടം തൊട്ടാണ് നമ്മുടെ സിനിമ, ഇത് നീ മനസ്സിലാലോക്കെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക, അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ അവരോട് പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കും. ഈ തരത്തിലൊരു ചിന്ത നമ്മളിലേക്ക് അറിയാതെ ഇട്ട് തന്നിട്ട് നമ്മൾ അറിയാതെ ക്യാരക്ടറിലേക്ക് പോകും.